നമസ്കാരം, ഞാൻ ഡോക്ടർ അഖില, ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് കണ്ണിന്റെ ആരോഗ്യത്തിന് ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ചാണ്. ആയുർവേദത്തിൽ കണ്ണുകൾ അല്ലെങ്കിൽ നേത്രം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ കണ്ണുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണുകളിൽ പൊതുവായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. കണ്ണ് ഹെവിനെസ് വരാം, അതേ കണക്കിന് ഡ്രൈ ആയി വരാം, കണ്ണ് വേദനയായിട്ട് വരാം, ചിലപ്പം എക്സസീവായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന കണക്ക്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നാറുണ്ട്. അപ്പം കണ്ണിൻ്റെ ഒരു പ്രധാനമായ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. പ്രധാനമായിട്ടും കണ്ണിന് വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് നേത്രവസ്തി വരാറുണ്ട്, അല്ലെങ്കിൽ നേത്ര തർപ്പണം എന്ന് പറയും, ആശ്ചോദനം, പിണ്ടി, സേകം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ വരുന്ന നേത്രരോഗ ചികിത്സകൾ. അതേ കണക്ക് തന്നെ നമുക്ക് നസ്യം, ശിരോധാര, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് നേത്ര തർപ്പണം അല്ലെങ്കിൽ നമ്മൾ നേത്ര തർപ്പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് നമുക്ക് പ്രധാനമായിട്ടും നോക്കാം. നേത്ര തർപ്പണം എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണിൽ പ്രത്യേകിച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഘൃതം അല്ലെങ്കിൽ നെയ്യ് കണ്ണിൽ റീറ്റെയിൻ ചെയ്യുന്നതിനാണ് നേത്ര തർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് മാവ് വെച്ച് ഒരു ബേസ് പോലെ കണ്ണിന് ചുറ്റും വെച്ചിട്ട് അതിലോട്ട് നമ്മൾ മെഡിക്കേറ്റഡ് ഗീ റീറ്റെയിൻ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനമായ പ്രയോജനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉള്ളവർക്ക്, അതേ കണക്ക് തന്നെ ബേണിംഗ് സെൻസേഷൻ ഉള്ളവർക്ക് ഒക്കെയാണ് നമ്മൾ നേത്ര തർപ്പണം ചെയ്യുന്നത്. പൊതുവെ ഒരാളുടെ ദോഷ പ്രിഡോമിനൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തർപ്പണത്തിന് യൂസ് ചെയ്യുന്ന ഘൃതം സെലക്ട് ചെയ്യുന്നത്. നേത്ര തർപ്പണം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതേ കണക്കിന് ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുകൊണ്ട് ഐസിന് ഒരു നരിഷ്മെൻ്റ് ആണ്, ഒരു റിജുവിനേഷൻ പോലത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നേത്ര തർപ്പണം പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ് നേത്രധാര. നേത്രധാര എന്ന് പറയുന്നത് കഷായം കണ്ണിന് നീര് ധാരയായിട്ട് ഒഴിക്കുന്നതിനാണ് നേത്രധാര എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ സ്വന്തമായി ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തിട്ട് മാത്രം സെൽഫായിട്ട് ചെയ്യുക. നേത്രധാരയ്ക്ക് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രിഫല കഷായമാണ്. ഇതേ കണക്ക് തന്നെ കണ്ണിനുള്ള ഡ്രൈനെസ്, റെഡ്നെസ്, അതേ കണക്ക് തന്നെ സോലനായിട്ടുള്ള കണ്ണുകൾ, കണ്ണിന് അതേ കണക്ക് വീക്ക്നെസ്, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷനാണ് പ്രധാനമായിട്ട് നമ്മൾ നേത്രധാര ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ആശ്ചോദനം. ആശ്ചോദനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഔഷധ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ തുള്ളിമരുന്നുകൾ കണ്ണിൽ തുള്ളിയായിട്ട് ഇറ്റിക്കുന്നതിനാണ് നമ്മൾ ആശ്ചോദനം എന്ന് പറയുന്നത്. ഇതും അതേ കണക്ക് തന്നെ ഡ്രൈനെസ്, റെഡ്നെസ്, അതേ കണക്ക് തന്നെ എന്തെങ്കിലും ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ ആശ്ചോദനം ചെയ്യുന്നത്. പിന്നെ വരുന്നത് പിണ്ടി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം നേത്രപിണ്ടി എന്ന് പറയുമ്പം ഇതേ കണക്ക് തന്നെ ഔഷധ ദ്രവ്യങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞ് കണ്ണിൻ്റെ മേളിൽ വെക്കുന്നതിനാണ് നേത്രപിണ്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് വീട്ടിലാണെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്തും പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതേ കണക്കിന് ത്രിഫല യൂസ് ചെയ്യാം, അതേ കണക്ക് നമുക്ക് മുല്ലപ്പൂ യൂസ് ചെയ്യാം, റോസ് പെറ്റൽസ് യൂസ് ചെയ്യാം, നെല്ലിക്ക യൂസ് ചെയ്യാം, അതേ കണക്ക് തന്നെ ലിക്കോറൈസ് എന്ന് പറയുന്നത് ഇരട്ടി മധുരം യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് കണ്ണിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതേ കണക്കിന് ഡിസീസ് ബേസ്ഡ് ആയിട്ട് കണ്ടീഷൻസിന് നമുക്ക് അതേ കണക്കുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ഹോം ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിലും നമുക്ക് ഈ മുല്ലപ്പൂ പോലെയൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ദോഷ പ്രിഡോമിനൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണിനുള്ള ഡ്രൈനെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേ കണക്ക് തന്നെ കണ്ണിൻ്റെ വീക്ക്നെസ് കുറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് നസ്യം എന്ന് പറയുന്നത്. നസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നോസിലോട്ട് തുള്ളിമരുന്നുകൾ ഇറ്റിക്കുന്നതിനാണ് നമ്മൾ നസ്യം എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ തന്നെ എടുക്കുക. റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ പോലത്തെ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ഡേയ്സ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, വർഷം അല്ലെങ്കിൽ പ്രതിവർഷം പോലത്തെ നസ്യങ്ങളായിരിക്കും ചിലപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. ശിരോധാര എന്ന് പറയുമ്പോൾ കഷായം അല്ലെങ്കിൽ തേയില നെറ്റിയിൽ കൂടെ ഒഴിക്കുന്നതിനാണ് നമ്മൾ ശിരോധാര എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തന്നെ ഹെഡിൽ ഹെവിനെസ് കുറയ്ക്കാൻ, ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ, കണ്ണിന് ക്ഷീണമുണ്ടെങ്കിൽ ഇതൊക്കെ കുറയാൻ ഈ ശിരോധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കണ്ണിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു ഉറക്കം എന്ന് വെച്ചാൽ ഒരു മതിയായ ഉറക്കം വേണം, അത്യാവശ്യമാണ്. ഒരു 7 to 8 hours എങ്കിലും നമുക്കൊരു സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾ ശീലമാക്കേണ്ടതാണ്. അമിതമായ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ
യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ബാഡ് ഇമ്പാക്റ്റ് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ സ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ 9 to 5 ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ അത് എന്തുമാത്രം നമ്മളെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഇതേ കണക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആഹാരശീലങ്ങൾ. അപ്പം നമ്മൾ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, ക്യാരറ്റ്, നെല്ലിക്ക, ഇലക്കറികൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമ്മളുടെ ഫുഡിൽ കൺസ്യൂം ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യുക. കാര്യം ഇതൊക്കെ ഒരു വൈറ്റമിൻ എ റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ആയിട്ട് അതേ കണക്ക് തന്നെ കണ്ണിൻ്റെ എക്സസൈസ് വരുന്നത്. അപ്പം എക്സസൈസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത്. മീൻസ് ലൈക്ക് ഇപ്പം കണ്ണിൻ്റെ അതേ കണക്ക് തന്നെ ഐ റൊട്ടേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു 20:20:20 ഒരു എക്സസൈസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്ക് ഒരു 20 അടി ഡിസ്റ്റൻസിലുള്ളൊരു ഒബ്ജക്റ്റിനെ നോക്കുക, അത് ഒരു 20 സെക്കൻഡ്സിലേക്ക് നോക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ റിലാക്സേഷന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതേ കണക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ തലയ്ക്കും അതേ കണക്ക് തന്നെ കാലുകൾക്കും ഡെയിലി ബേസ്ഡ് ആയിട്ടൊരു മസാജ് കൊടുക്കുന്നത്. അതും പ്രത്യേകിച്ച് ഓയിൽ യൂസ് ചെയ്ത് മസാജ് കൊടുക്കുന്നത് നമ്മളുടെ കണ്ണിനും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം നമ്മൾ ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തലനീരിറക്കം അല്ലെങ്കിൽ മൈഗ്രെയിനോ അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർ, സൈനസൈറ്റിസ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഹെഡിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം ഇത് ചിലപ്പം വേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അഥവാ നമ്മൾ അങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് അധികം വെയിലത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ രാസ്നാദി പോലെയുള്ളത് യൂസ് ചെയ്യാൻ ശീലമാക്കുക. പിന്നെ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യം വരുമ്പോഴത്തേക്ക് ഇപ്പം കണ്ണിന് കാറ്ററാക്റ്റോ ഗ്ലോക്കോമോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ ഒരു ഹോം റെമഡി ബേസ്ഡ് മാത്രമായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോവാതെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഐ ഡോക്ടറിനെ കണ്ട് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശീലമാക്കുക. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളും, ഉപ്പ് അധികമായിട്ടുള്ള എരിവ്, ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് പോകാൻ ശീലമാക്കുക. അപ്പോൾ ഒരു ആയുർവേദ ചികിത്സ എടുക്കുമ്പോഴത്തേക്ക് ഒരു രോഗിയുടെ അവസ്ഥയും രോഗാവസ്ഥയും അനുസരിച്ച് വിദഗ്ധമായൊരു ഡോക്ടറിനെ കണ്ട് നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കേണ്ടതാണ്.